നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് ശനിയുടെ നക്ഷത്രമാറ്റമാണ്. നമുക്കറിയാം, ശനി ഒരു രാശിയിൽ 2.5 വർഷത്തോളം നിലനിൽക്കുമെന്ന്. നിലവിൽ ശനി മീനം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശനി കഴിഞ്ഞ മെയ് 17-ാം തീയതി നക്ഷത്രമാറ്റം നടത്തിയുണ്ടായി. ഈ നക്ഷത്രമാറ്റത്തിൽ സാധാരണ ശനി ഓരോ നക്ഷത്രം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ശനി മാറിയിരിക്കുന്ന നക്ഷത്രം രേവതി നക്ഷത്രമാണ്. അതാണെങ്കിൽ ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനത്തിലുള്ള നക്ഷത്രമാണ്. അപ്പം ഈ ബുധൻ്റെ സ്വാധീനത്തിലുള്ള നക്ഷത്രത്തിലേക്ക് ശനി മാറിക്കഴിയുമ്പോൾ അത് ആർക്കൊക്കെ ഗുണം കിട്ടും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിരവധി ഗുണകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ അമാവാസി അഥവാ കറുത്ത വാവിന് ശക്തയ പൂജ പുഷ്പാഞ്ജലിയൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നക്ഷത്രവും പേരും കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, ഗ്രഹങ്ങളിൽ ശക്തമാനായ ഒരു ഗ്രഹമാണ് ശനിദേവൻ. ഈ ശനിദേവൻ കർമ്മത്തെ ഭരിക്കുന്നു, അഥവാ നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ ശനി ഭരിക്കുന്നു എന്നുള്ളതാണ്. കർമ്മദേവനാണ് ശനി ഭഗവാൻ. അതുകൊണ്ട് തന്നെ ശനി ഒന്നിലധികം തവണ നക്ഷത്രമാറ്റം നടത്തും. ഈ ശനിയുടെ നക്ഷത്രമാറ്റം കൊണ്ട് ആർക്കൊക്കെ ഗുണമെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അതായത് ആദ്യമായിട്ട് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഗുണം ഈ നക്ഷത്രമാറ്റം കൊണ്ട് ഇടവൻ രാശിക്കാർക്കാണ്. ഇടവൻ രാശിക്കാർക്ക് ശനിയുടെ നക്ഷത്രമാറ്റം വളരെയധികം ഗുണം ചെയ്യും. ഇടവൻ വരുന്ന കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം, അര നക്ഷത്രക്കാർക്ക് ഈ ഒരു മാറ്റം വളരെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് പറയുന്നത്. കാരണം ഇവർ തൊഴിൽ രംഗങ്ങളിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ തൊഴിൽ രംഗങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ അത് ബിസിനസ്സാ, ചെറിയ കച്ചവടമോ എന്ത് തന്നെ ആയാലും ഇത് പരാജയമാണെങ്കിൽ ഈ ഒരു സമയത്ത് ശനിയുടെ ഈ നക്ഷത്രമാറ്റം കൊണ്ട് ഇടവൻ രാശിയിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാർക്കും ആ ഒരു സംരംഭം പുനരാരംഭിക്കാനും അതിൽ നിന്ന് മേന്മയുണ്ടാകാനും അത് വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാനും കഴിയുന്ന ഒരു സമയമായിരിക്കും ശനിയുടെ നക്ഷത്രമാറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ശനിയുടെ നക്ഷത്രമാറ്റം വളരെ അനുകൂലമായ സമയമാണ് എന്നുള്ളതാണ്. അടുത്ത രാശിയാണ് മിഥുനൻ രാശി. മിഥുനൻ രാശിയിൽ വരുന്ന മകീരമര, തിരുവാതിര, പുണർദ നക്ഷത്രക്കാർക്കും ഇത് ഏറ്റവും ഗുണകരമായ ഒരു സമയമാണ്. മെയ് 17-ാം തീയതി മുതൽ ശനി ബുധന്റെ സ്വാധീനത്തിലുള്ള രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയും കർമ്മദേവനായ ശനി ഈ കർമ്മങ്ങൾ, അതായത് മിഥുനം രാശിക്കാരുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ ഇടവരുകയും ശനിയുടെ അനുഗ്രഹത്താൽ പല ഗുണ അനുഭവങ്ങളും ഈ മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ശനി ഇങ്ങനെ മറ്റുള്ള ഗ്രഹങ്ങളെ പോലെയല്ല. ശനി നമുക്ക് അനുകൂലങ്ങൾ, അതായത് ഗുണങ്ങൾ നൽകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ഗുണങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് ശനി. അതുപോലെ തന്നെയാണ് ശനി മോശമായാലും തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫലങ്ങളായിരിക്കും നമുക്ക് നൽകുക. അപ്പോൾ ശനി മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുമെന്നുള്ളതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറെ ഗുണകരമായിട്ട് വരാൻ സാധ്യതയുള്ള സമയമാണിത്. അതുപോലെ തന്നെ വിദേശത്ത് ശമ്പള വർധനവ് ലഭിക്കാനും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവർക്ക് പല പ്രതിബന്ധങ്ങൾ കൂടി മുന്നോട്ട് പോകുന്നവർക്കൊക്കെ ഈ ഒരു അവസരം അതെല്ലാം തീർന്ന്, നിങ്ങളുടെ പ്രതിബന്ധങ്ങളെല്ലാം തീർന്ന് നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹ സഫലീകരണം ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മരംഗം ശോഭിക്കും. നിങ്ങൾ ഏത് കർമ്മമാണ് എങ്കിൽ പോലും, നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അത് ശോഭിക്കാൻ ഇടവരും എന്നുള്ളതാണ്. മുൻപേ ബിസിനസ് ചെയ്തിരുന്നവർക്ക് പല തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അവർക്കൊക്കെ ഈ ഒരു സമയം ഏറ്റവും ഗുണകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഈ മിഥുനം രാശിക്കാർക്ക്. അതുപോലെ തന്നെ അടുത്ത രാശിയാണ് മീനം രാശി. നിലവിൽ ശനി സ്ഥിതി ചെയ്യുന്ന രാശിയാണ് മീനം രാശി. പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ് ഈ രാശിയിൽ വരുന്നത്.
ബുധന്റെ സ്വാധീനത്തിലുള്ള നക്ഷത്രമാണ് രേവതി. ഈ രേവതി നക്ഷത്രത്തിലേക്കാണ് ഈ ശനി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നക്ഷത്രക്കാർക്കൊക്കെ ഏറെ ഗുണകരമായിട്ട് ഭവിക്കാൻ ഇടവരും. മീനം രാശിയിൽ നിൽക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏറെ ശോഭനമായ ഒരു ഭാവി പടുത്തുയർത്താൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത്. ഊഹ കച്ചവടങ്ങളൊക്കെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാനും നിക്ഷേപങ്ങളിൽ വർധനവുണ്ടാവാനും, നിങ്ങൾ പല ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ പല മേഖലകളിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയവർക്ക് അത് ആദായം ലഭിക്കാനൊക്കെ അനുകൂലമായ ഒരു സമയമായിരിക്കും ഈ ശനിയുടെ നക്ഷത്ര മാറ്റം കൊണ്ട് മീനം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങൾ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ചില അകൽച്ചകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം തീർന്ന് സൗമ്യ രീതിയിൽ എത്താൻ ഈ ഒരു സമയം അനുകൂലമായി വരുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ, ഈ ചെറിയൊരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. പറയുന്നത് പോലെ തന്നെയാണ്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. പുതിയൊരു അധ്യായത്തിൽ കാണും വരെ നന്ദി, നമസ്കാരം.